ഇവിടെ ഒരു പയ്യനൊരു ലോ ബഡ്ജറ്റ് സിനിമ ഷൂട്ട് ചെയ്യാണ്. എങ്ങനെയാന്ന് വെച്ചാൽ കാണാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കിട്ടാൻ വേണ്ടി കുട്ടികളെയൊക്കെ വെച്ച് അവൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നു. അതിലാദ്യം അവൻ ഒരു കുഴി തോണ്ടിയിട്ട് അതിലൊരു പലക ഇട്ടിട്ട് അതിലൂടെ ഒരാളെ നടത്തുന്നു. അപ്പൊ ഈ മൈൻ പൊട്ടുന്ന പോലെ പലക പൊട്ടിത്തെറിക്കുകയാണ്. ഉടനെ അവനത് ഷൂട്ട് ചെയ്യുന്നു. ശേഷം മണ്ണിൽ ലൈനായിട്ട് കുഴിയെടുത്തിട്ട് അതിൽ പടക്കം വെച്ചിട്ട് മെഷീൻ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്താൽ എങ്ങനെ സൗണ്ട് വരുന്നുവോ അതുപോലെ പടക്കം വെച്ച് പൊട്ടിച്ച് യുദ്ധം ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ബലൂണില് റെഡ് കളർ പെയിന്റ് ഫില്ല് ചെയ്തിട്ട് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത ബ്ലഡ് തെറിക്കും പോലെ ആക്കിയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ഒരാളെ ഷൂട്ട് ചെയ്ത എങ്ങനെ ഉണ്ടാവോ അതുപോലെ ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെയെല്ലാം നന്നായിട്ട് ഷൂട്ട് ചെയ്ത ശേഷം സോൾജിയർ ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിങ്ങൾ ഒഴികെ ബാക്കി എല്ലാരും മരിച്ചുപോയ പോലെ വിചാരിച്ചിട്ട് ഒറ്റയ്ക്ക് ആ ഗ്രൗണ്ടിൽ കൂടി കരഞ്ഞുകൊണ്ട് വരാൻ. ഇത് കേട്ട ആക്ടർ ആ ക്യാരക്ടറായിട്ട് മാറിയിട്ട് റിയൽ ആയിട്ട് കരഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ ടേക്ക് ഓക്കെ ആയ ശേഷം ഡയറക്ടർ പയ്യൻ കട്ട് പറയാണ്. അപ്പോഴേക്കും താഴെ കിടന്ന എല്ലാവരും എണീക്കുന്നു. പക്ഷെ ഹീറോ മാത്രം ആ സീനിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് പോകുന്നു. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അവൻ നല്ലപോലെ സിനിമ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്യാണ്. അങ്ങനെ ആ സിനിമ സ്ക്രീനിൽ കണ്ട എല്ലാവരും അവൻ എങ്ങനെയാണ് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തെന്നോർത്ത് അന്തം വിടുകയാണ്. കൂടാതെ സ്റ്റോറി കണ്ട വ്യൂവേഴ്സ് ഭയങ്കരമായിട്ട് ഇമോഷണലും ആകുന്നു.